അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് ഞാനിവിടെ 10 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കോഴിമുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. മുട്ടയെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും എടുക്കാം. വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. പിന്നെ വലിയ ജീരകത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ പൊടിച്ചത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണാണ്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നാരങ്ങ നീര് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചതച്ച മുളകാണ്. ചതച്ച മുളക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽ മുളക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെ ഉണ്ടാവും. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ സവാള, ഒരു 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ചോപ്പ് ചെയ്തെടുക്കുകയോ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചോ ഇതുപോലെ സ്പാച്ചിൽ വെച്ചോ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ വഴറ്റി എടുക്കുന്നൊന്നുമില്ല. സവാളയൊക്കെ നേരിട്ടല്ലേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നും വഴറ്റിയെടുത്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഉരുളക്കിഴങ്ങ് മുട്ടയും വേവിക്കുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ. അതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത് കുഴച്ചെടുക്കുമ്പോൾ. അഥവാ നിങ്ങൾക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരിപ്പൊടിയോ കടലമാവോ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഉരുളക്കിഴങ്ങും മസാലപ്പൊടികളും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തേ ഉള്ളൂ. ഈ ഒരു സമയം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റ് പാകത്തിലുള്ള ഉപ്പാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദ ഇടാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ, അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ്. പിന്നീട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കട്ടകളില്ലാതെ കലക്കിയെടുക്കുക. വീണ്ടും 1/2 കപ്പ് വെള്ളം എടുത്തു. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ചെറിയൊരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് കട്ടി കൂടുതലാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം.
ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതാ ഒഴിച്ചു കൊടുത്തു. ആദ്യം 1/2 കപ്പ് ഒഴിച്ചു, വീണ്ടും 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം ഇതിൽ ഉപ്പ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു കട്ടിക്കാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ചെറിയൊരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 2 നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള മിക്സ് എടുക്കുക. എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുള ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഒരു കഷ്ണം ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയോ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചേർക്കാതെ അത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചീസൊക്കെ വെച്ച് ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 10 ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ മുട്ട എടുക്കുന്നത് അത്രയും തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. 10 എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പുഴുങ്ങിയെടുത്ത മുട്ടയുടെ പകുതി മുട്ടതായി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് എടുക്കുക. ഇതുപോലെ ഒന്ന് നമുക്ക് ടൂത്ത് പിക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉരുട്ടി വെച്ചത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെ ഒരു പകുതി മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മുടെ ബാറ്റർ തയ്യാറാക്കി വെച്ചില്ലേ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് ഇതാ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് മസാല ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്ത ഓരോന്നും ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നല്ലൊരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലൊരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരു വശം ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും നല്ലതുപോലെ ഒന്ന് മോചിച്ചിട്ടെടുക്കാം. അപ്പോൾ 2 വശവും എന്താ നല്ലതുപോലെ മൊരിഞ്ഞ് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറം ആവരുത്. നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് കളറ് മാറും. നമുക്ക് എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ചീസൊക്കെ വെച്ചിട്ട് നല്ല ജ്യൂസിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്